ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് മുളക് ചെടികളൊക്കെ കണ്ടുവരാം. വെള്ളക്കാന്താരിയുണ്ട്, നീല ഉണ്ടമുളകുണ്ട്. എല്ലാം കുറച്ച് നല്ലതുപോലെ കായ്ച്ച് നിൽക്കുന്ന സമയമാണ്. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് ഷെയർ ചെയ്യണേ. ഉച്ചക്കലത്തേക്കുള്ള ചോറിൻ്റെ പരിപാടികളാണ്. ചോറ് കുക്കറിൽ വെക്കുന്നുണ്ട്. കുറച്ച് ചോറ് മതി, അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചു. കുറച്ച് ചോറ് ഇരിപ്പുണ്ട് തലേ ദിവസത്തെ. പിന്നെ ക്യാരറ്റ് തോരൻ വയ്ക്കാൻ വേണ്ടി അരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട്, എന്നിട്ട് കുറച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നത് അതിലിട്ടൊന്ന് നല്ലതുപോലെ മൂപ്പിക്കുക. ആ ഉള്ളി നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോഴേ ഞാൻ ക്യാരറ്റ് ചീകി വെച്ചത് ഇടത്തുള്ളൂ. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ തീയെല്ലാം ഓഫാക്കി ഇട്ടിരിക്കുക. എൻ്റെ ആവി പോയിട്ട് വേണം എന്നെ തുറന്നെടുക്കാൻ. ഈ ക്യാരറ്റ് ആ എണ്ണയുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി പാകത്തിനുള്ള ശകലം മഞ്ഞൾപ്പൊടി, പിന്നീട് ഇനി ഉപ്പും ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ക്യാരറ്റിൻ്റെ കൂടെ ഞാൻ മുളക് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് നോക്കി വേകുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പം ക്യാരറ്റ് ഏതാ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ മോര് കാച്ചാൻ വെച്ചിരുന്നതാണ്. കറണ്ട് പോയതുകൊണ്ട് ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി അത് തീ ഓഫാക്കി ഇറക്കി വെക്കാം. പിന്നെ കുറച്ച് മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും നല്ല വേവായിട്ടുണ്ട്. മുളക് കറിയാണ് മീൻ വെച്ചത്. അത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ചോറൊന്ന് ഇളക്കിയിട്ട് അരിപ്പയിലോട്ട് വെള്ളം വാരാൻ വേണ്ടി അരിപ്പയ്ക്കകത്ത് ഒഴിച്ച് വയ്ക്കാം. അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചക്കലത്തെ ജോലിയൊക്കെ ഏറെക്കുറെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ.